ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു പിഴവും വരില്ല. അത്രയ്ക്ക് എക്സ്പെർട്ടായ ആളുകളെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ അവർക്കൊരു മെസ്സേജ് കൊടുക്കട്ടെ? ഒരു മിനിറ്റ്, ഞാൻ ഒരു അവസാന കൈപ്രയോഗം കൂടെ നടത്തി നോക്കട്ടെ. പ്രഗ്നൻസി പീരീഡിൽ ഒരു ഭർത്താവ് ഭാര്യ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ ഈശ്വര, അപ്പൊ നാളെ മുതൽ ഞാൻ എന്തൊക്കെ കാണേണ്ടി വരും? അതെ, പലതും കാണേണ്ടി വരും. വാ. സന്തോഷം കൊണ്ട് എനിക്ക് കരച്ചിൽ വരുന്ന സച്ചേട്ടാ. എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ. എന്നെക്കാളും കൂടുതൽ കുഞ്ഞിന്റെ വരവ് കാത്തിരിക്കുന്ന സച്ചേട്ടനാണെന്ന് എനിക്കറിയാം. അത് ശരിയാ, ഞാൻ നമ്മുടെ കുഞ്ഞിന്റെ വരവ് കാത്തിരിക്കുക. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ഈ ഭൂമിയിൽ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്നെയാണ്. നമ്മൾ രണ്ടുപേരുടെയും ജീവന തന്റെ ഉള്ളിലുള്ളത്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ പ്രതീക്ഷയും ഈ കുഞ്ഞ. പക്ഷേ എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും എനിക്ക് താൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ സന്തോഷങ്ങളെല്ലാം. ഇതിനേക്കാളും കൂടുതൽ ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ വേറെ എന്താ വേണ്ടത്? ഞാൻ എത്ര ഭാഗ്യവതിയാ. ഭാഗ്യം ശരിക്ക് എനിക്കാ കിട്ടിയത്. താനല്ലാതെ മറ്റൊരാളെ ലൈഫ് പാർട്ണറായി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആരെ ഈ സമയത്ത്? സച്ചേട്ടൻ ഇരിക്കുക, ഞാൻ നോക്കിയിട്ട് വരാം. സോറി, ഉറങ്ങിയായിരുന്നോ? ഇല്ല. സച്ചി എവിടെ? ആ, ഞാനിവിടെ ഉണ്ട്. എന്താ കാര്യം? ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം പറയാൻ വന്നതാ. രാത്രി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചാണെന്ന് എനിക്കറിയാം. എങ്കിലും അച്ഛന്റെ വിഷമം കാണുമ്പോ എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അച്ഛനെന്ത് വിഷമം? സച്ചി അച്ഛനോട് എതിർത്ത് സംസാരിച്ചത് അച്ഛന് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛനായാലും ആരായാലും പറയേണ്ട കാര്യങ്ങള് പറയേണ്ട സമയത്ത് പറയണം. ഞാൻ അച്ഛനെ വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഗർഭിണിയായ ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെയ്യേണ്ട ഒരു മിനിമം കടമയാണ് വളകാപ്പ് ചടങ്ങ് നടത്തുക എന്നത്. അത് വേണ്ടെന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഈ വളകാപ്പ് ചടങ്ങിൽ നിന്ന് പിന്മാറണം. ദയവേത് ഈ വളകാപ്പ് ചടങ്ങ് നാളെ നടക്കരുത്. അച്ഛൻ അവന്തിയെടുത്തെ നിർബന്ധിച്ച് ഇങ്ങോട്ട് അയച്ചതാണോ? അച്ഛൻ നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ അച്ഛൻ്റെ ഉള്ളിലെ വിഷമം എന്നോട് പറഞ്ഞു. ഞാനത് നിങ്ങളോട് വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അച്ഛന്റെ അവസ്ഥ നിങ്ങൾക്കും അറിയാലോ. അച്ഛൻ എന്തിനാ ഈ വളകാപ്പ് ചടങ്ങ് എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താല്പര്യമില്ലാത്തവർക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാം. എന്നാലും ഈ ചടങ്ങ് മാറ്റിവെക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്നൊരു സന്തോഷം. ന്യായമായും ഞാൻ എന്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട മിനിമം കടമയാ ഈ ചടങ്ങ്. അതെനിക്ക് നടത്തിയേ പറ്റൂ. അച്ഛനെ എതിർത്ത് നിങ്ങളിത് നടത്തിയാ അത് അച്ഛന്റെ മനസ്സിൽ വലിയൊരു മുറിവാവും. ഈ ചടങ്ങ് നടത്താതിരുന്നാൽ ഒരുപാട് പേരുടെ മനസ്സിൽ അത് ഇതിനേക്കാൾ വലിയ മുറിവുണ്ടാക്കും. ദയവ് ചെയ്ത് എടുത്തേയും എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത്. നാളെ നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ ചടങ്ങ് നടക്കും. എടുത്തേക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല.
എന്നാ പിന്നെ ഇവക്ക് നല്ല ക്ഷീണമുണ്ട്. എടുത്തി പോവല്ലേ? അച്ഛനോട് ഞാൻ എന്ത് പറയണം? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? കാണിച്ചു കൊടുക്കാൻ ഞാൻ. താൻ വിഷമിക്കണ്ടോ? സച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമുക്ക് ഇതേപ്പറ്റി ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? അതിന്റെ ആവശ്യമില്ല. താനേ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. തന്നെ സന്തോഷിപ്പിക്കാനുള്ള ഒരു വലിയ സർപ്രൈസ് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? അതല്ലേ സർപ്രൈസ് എന്ന് പറഞ്ഞത്. ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും അവന് കാര്യം മനസ്സിലായില്ലെങ്കിൽ ഇനി അത് മാറ്റിക്കൊടുത്തിട്ടേ അവന്തികയ്ക്ക് മറ്റെന്തോ ഉള്ളൂ. എന്താ അവന്തികെ? എല്ലാം റെഡിയല്ലേ? എല്ലാം സെറ്റാ. അവന്തികെ ഒരു വാക്ക് പറഞ്ഞാ മതി, പിന്നെല്ലാം കത്തിക്കേറി അങ്ങ് പൊക്കോളും. ശ്രദ്ധിച്ചു വേണം എല്ലാം ചെയ്യാൻ. ഒരിടത്തും ഒരു പിഴവും സംഭവിക്കരുത്. ഒരു പിഴവും വരില്ല. അത്രയ്ക്ക് എക്സ്പെർട്ടായ ആളുകളെയാ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ, ഞാൻ അവർക്കൊരു മെസ്സേജ് കൊടുക്കട്ടെ? ഒരു മിനിറ്റ്, ഞാൻ ഒരു അവസാന കൈ പ്രയോഗം കൂടെ നടത്തി നോക്കട്ടെ.